ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു സർ. ഓ. ആ സിസ്റ്റർ പുറത്തേക്ക് വന്നുള്ളൂ. ശരി ഡോക്ടർ. മാഡം ചെറിയൊരു ഉറക്കത്തിലാണ്. ഒരു 5 മിനിറ്റ് അപ്പോഴേക്കും ഉണരും. സാർ ഇരിക്കണം. ഓ താങ്ക് യു. സാർ ഞാൻ പറയുന്നത് കേട്ട് സാർ ടെൻഷൻ ആവരുത്. ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് മാഡത്തിൻ്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. താൻ മറ്റൊരാളാണെന്ന് മനസ്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. സാറിൻ്റെ മുൻ ഭാര്യ രാജനന്ദിനി താനാണെന്ന് ശ്രീലക്ഷ്മി മാഡം അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ്. ഉപബോധ മനസ്സിൽ അത് കടന്നുകൂടിയ സ്ഥിതിക്ക് 1 or 2 കൗൺസിലിംഗ് കൊണ്ട് ഇത് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. ഡോക്ടർ പറഞ്ഞു വരുന്നത് സാറിൻ്റെ ഭാര്യ ഒരു മനോരോഗിയാണ്. സാറിന് ഇത് വലിയൊരു ഷോക്കായിരിക്കുമെന്ന് എനിക്കറിയാം. ബട്ട് ആസ് എ ഡോക്ടർ ഞാനിത് ഒളിച്ചു വയ്ക്കുന്നത് ശരിയല്ല. ശരിയായ ട്രീറ്റ്മെൻറ്റിൽ കൂടി ശ്രീലക്ഷ്മിയെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റിനും അപ്പുറം സാറിൻ്റെ വൈഫിൻ്റെ കാര്യത്തിൽ പ്രധാനമായും സാറിൻ്റെ ഹെൽപ്പാണ് വേണ്ടത്. ശ്രീലക്ഷ്മി സാറിനെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ കുറവ് വരാതിരിക്കാനാവണം രാജനന്ദിനി എന്ന ആദ്യ ഭാര്യയായി മാറാനുള്ള ശ്രമം ശ്രീലക്ഷ്മി നടത്തിയത്. സാർ അറിയാതെ എപ്പോഴോ പറഞ്ഞു കാണണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കാണും സാറിന് ആദ്യ ഭാര്യയെ ഭയങ്കര ഇഷ്ടമായിരുന്നെന്ന്. ആ ഒരു ആലോചനയിൽ നിന്നാണ് ശ്രീലക്ഷ്മി രാജനന്ദിനിയായി മാറാൻ ശ്രമിച്ചത്. ഡോക്ടർ ശ്രീലക്ഷ്മിയെ വേറെ ഹോസ്പിറ്റൽ മറ്റ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ളൊരു ചിന്ത ഡോക്ടർക്കുണ്ടോ? ഒരിക്കലുമില്ല. ഞാനങ്ങനെ പറയാൻ കാരണം അത്രയ്ക്ക് സങ്കീർണമാണ് ഒരു മനുഷ്യ മനസ്സ്. എത്ര പ്രവൃത്തി പരിചയവും വിദ്യാഭ്യാസ സമ്പന്നനുമായ ഡോക്ടറായാൽ പോലും ഒരു വ്യക്തിയുടെ താളം തെറ്റിയ മനസ്സ് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. സാർ കേട്ടിട്ടില്ലേ, മൈൻഡ് ഈസ് വൈൽഡ്. ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും. പേഷ്യൻ്റ് അല്ലെങ്കിൽ പോലും നമ്മുടെ ചിന്തകളെ കടിഞ്ഞാണിടാൻ ഒരു നോർമൽ പേഴ്സൺ പോലും സാധാരണ കഴിയാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്, സിനിമ കാണുകയോ പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊരു പേഷ്യൻറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. മൈൻഡ് ഡിസ്റ്റർബായാലും വീണ്ടും വീണ്ടും അവരതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും. അതാണ് ചിലപ്പോൾ ഔട്ട് ഓഫ് മൈൻഡായി പോകുന്നതും രോഗിയാകുന്നതും. മരുന്നൊക്കെ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കൂ. കൂടുതലും വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാറിൻ്റെ കെയറിംഗ് ആണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. മരുന്നും മന്ത്രവും കൊണ്ടല്ല മനോരോഗികളെ ചികിത്സിക്കേണ്ട മനസ്സുകൊണ്ടാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി.
ആ ഒരു മനസ്സ് സാറിനുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോ സാറിന് മാത്രമേ അറിയാവൂ. ഒരിക്കലും മാഡമോ മറ്റുള്ളവരോ അറിയാതെ, ശ്രീലക്ഷ്മി മാഡം ഒരു രോഗിയാണെന്ന് അവരെ അറിയിക്കാതെ സാർ മാക്സിമം അവരെ സ്നേഹിക്കുക. അവരുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുക. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ശ്രീലക്ഷ്മിയുടെ താളത്തിനൊത്ത് സാർ തുള്ളുക എന്നർത്ഥം. അതിനോടൊപ്പം തന്നെ രാജനന്ദിനിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ശ്രീലക്ഷ്മി മാഡത്തിനോട് പറയുവാനോ രാജനന്ദിനിയെ ഓർക്കുന്ന വിധത്തിൽ ഒന്നും ചെയ്യാനോ പാടില്ല എന്നർത്ഥം. സാറെന്നല്ല, ആരും. ചുരുക്കി പറഞ്ഞാൽ, രാജനന്ദിനിയുടെ പേര് പോലും ശ്രീലക്ഷ്മി മാഡം കേൾക്കെ ഉച്ചരിക്കരുത് എന്നർത്ഥം. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വേസ്റ്റാവും. ഞാൻ ശ്രദ്ധിച്ചോളൂ ഡോക്ടർ. ഡോക്ടറെ ഞാൻ വിശ്വസിക്കുക. എന്നെക്കാൾ വിശ്വസിക്കേണ്ടത് ദൈവത്തെയാണ്. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ മരുന്ന്. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും ദൈവം നമ്മളെ മാറ്റും. സാറിന്റെ പ്രാർത്ഥനയും സ്നേഹവുമാണ് ശ്രീലക്ഷ്മി മാഡത്തിന്റെ ചികിത്സ. ഈ ഉറക്കത്തിൽ നിന്നുണരുന്ന ശ്രീലക്ഷ്മി മാഡം ഒരിക്കലും അറിയരുത് താനൊരു രോഗിയാണെന്ന്, ട്രീറ്റ്മെന്റ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണെന്ന്. ഹലോ. സന്ധ്യ സിസ്റ്റർ അല്ലേ? അതെ. അവിടെ ശ്രീലക്ഷ്മി എന്നൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടോ?